എൻ്റെ പൊന്നു പച്ചമാരെ ഇന്ന് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു. ചടച്ച് റൂമിൽ തന്നെ ഇരുന്നിട്ട് ആകെ മൊത്തം മടുപ്പടിച്ച്. പിന്നെ എനിക്ക് ഓമാർക്കൊക്കെ ആയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നേരെ ഐക്കോയിലോട്ടാണ് പോയത്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കായ് കിടക്കണ കാറ് കണ്ടോ? ഇവിടുത്തെ പർച്ചേസിങ് കൂപ്പൺ അടിച്ചാൽ നമുക്കും കിട്ടൂട്ടാ. അങ്ങനെ എസ്കലേറ്റർ എല്ലാം വലിഞ്ഞ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ടങ്കിനാണെ കുറച്ച് പാത്രവും ടിഫിൻ ബോക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ മൊത്തത്തിൽ അതിലൊന്ന് കറങ്ങി. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. തിരക്കാണ് കൂടി വരുന്നുണ്ട്. പിന്നെ കുറച്ച് മീൻ മേടിച്ച് വറക്കണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവന്റെ സാധനങ്ങളെല്ലാം ബില്ലും പേ ചെയ്ത് നേരെ താഴേക്ക് വിട്ടു. അങ്ങനെ എൻ്റെ മോനെ മീൻ മേടിക്കാൻ താഴോട്ട് ചെന്നപ്പോൾ ഒരു പന്തംകൊളുത്തി പടയുണ്ട് അവിടെ. അയല, മത്തി, ചൂര, കാരി, കണവ, കിളിമീൻ, കൂരി, കരിമീൻ ഇവയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കിളിമീനായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന ചേട്ടനോട് പറഞ്ഞു 1 കിലോ കിളിമീൻ എടുത്തോളാൻ. കേട്ടവാതി കേൾക്കാത്തവാതി ചേട്ടൻ മീൻ എടുത്ത് നേരെ കൊട്ടലോട് തരും. പിന്നെ അവനെ നിർത്തി പൊരിക്കേണ്ട ഗൈസ് നമുക്ക്. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടി എടുത്ത് നേരെ ബില്ല് പേ ചെയ്യാൻ പോയി. 50 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു കൂപ്പൺ കിട്ടി. ഞാനന്ന് എഴുതിയിട്ടു ചുളുവിലൊരു വണ്ടി അടിച്ചാലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കിച്ചണിലെത്തി ചക്കനെ വറുത്തങ്ങോട്ട് പൊരിക്കണം. അവനെ തട്ടി നേരെ പാത്രത്തിലിട്ട് ഇനി നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കഴുകിയെടുക്കണം. ചക്കനങ്ങ് സുന്ദരനായി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് റെഡിയാക്കണം. എല്ലാം കഴുകി റെഡിയാക്കിയതിന് ശേഷം എല്ലാം ചറപ്പറപ്പ് ഇറക്കി അങ്ങോട്ട് ജാറിലോട്ടിട്ട് കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണെങ്കിൽ ഉണ്ടല്ലോ നേരെ മിക്സിയിലിട്ട് അവനെ ഫേഷ്യൽ ചെയ്യാനുള്ള ഐറ്റംസ് അങ്ങ് റെഡിയാക്കി. ഇത് മാത്രം പോരാ, കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സവാരി ഗിരിഗിരി ഉണ്ട് ഗായ്സ്. അങ്ങനെ അരപ്പൊക്കെ സെറ്റായി. അങ്ങനെ ചെക്കന്മാരെടുത്ത് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങി. അവന്റെ തുടുത്ത കവളത്തൊക്കെ ഉണ്ടല്ലോ അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ചെക്കന്മാരെ എണ്ണത്തോണിലിട്ട് മുക്കി പൊക്കിയെടുക്കേണ്ട സമയമായി. എന്റെ പൊന്നു ചെങ്കുകളെ ദേ ചെക്കന്മാരെ നോക്കിയിരിക്കാണ്ട് ആ ലൈക്കും ആ സബ്സ്ക്രൈബും ആ മണിയും കൂടി ഒന്ന് മുഴക്കണേ. അങ്ങനെ നമ്മുടെ ചെക്കന്മാരെ വറുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ട് ശ്രീതേട്ടൻ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്.